So friends, welcome back to the channel. ഞാൻ സാധാരണഗതിയിൽ പറയുന്ന ആ ഒരു ഡിവൈസസിൽ നിന്നും കുറച്ചൊന്ന് ഡീവിയേറ്റഡ് ആയിട്ട് ഉള്ള ഒരു ഡിവൈസസാണ് ഞാനിവിടെ നിന്ന് കവർ ചെയ്യാൻ പോകുന്നത്. വേറെ ഒന്നുമല്ല ഗൈസ്, ക്യാമറ ബയേഴ്സ് ഗൈഡ്. അതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. അതായത് നമുക്കിപ്പോൾ ലോക്ക്ഡൗണിലൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ, ക്വാളിറ്റിയെ പറ്റി കൺസിഡർ ചെയ്യുന്ന ആൾക്കാർ കുറേ പേര് ക്യാമറാസിൽ ഇൻവെസ്റ്റ് ചെയ്യും. മീൻസ് അവരുടെ യൂട്യൂബ് ചാനലിലെ ക്വാളിറ്റി കൂട്ടാൻ വേണ്ടി, അതുപോലെ അവരെന്ത് പ്രോജക്റ്റാണോ ചെയ്യുന്നത് അതിൻ്റെ ആ ഒരു ക്വാളിറ്റി കൂട്ടാൻ വേണ്ടി കുറേ ആൾക്കാർ ക്യാമറാസിൽ ഇൻവെസ്റ്റ് ചെയ്തായിരുന്നു, അതിന് വേണ്ടി നിൽക്കുന്നുണ്ടായിരുന്നു. ലോക്ക്ഡൗണിന് മാത്രമല്ല, ആ ഒരു ഫീൽഡിൽ നിൽക്കുന്നവരെല്ലാം ഒരു സ്റ്റാർട്ടിംഗ് ആയിട്ടൊരു DSLR ക്യാമറ ആയിരിക്കുമല്ലോ എടുക്കുന്നത്. അപ്പോഴത്തേക്ക് അല്ല മീൻസ് ആ ഒരു എന്താ പറയുക DSLR അല്ലെങ്കിൽ ഒരു മിറർലെസ് സിസ്റ്റത്തിലായിരിക്കും ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. സോ അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടി എന്നെക്കൊണ്ട് പറ്റുന്നൊരു ഹെൽപ്പ്, ഞാനാണെങ്കിലും അങ്ങനെ ഒരാളാണ്, ഞാനാണെങ്കിലും ഒരു അമേച്ചറാണ്. പക്ഷേ കുറച്ച് നാളുകൾ കൊണ്ടുള്ള ആ ഒരു എക്സ്പീരിയൻസ് വെച്ച് എനിക്കറിയാവുന്ന ചില പോയിൻറ്റ്സാണ് ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഒരു ക്യാമറ വാങ്ങിക്കുന്നതിന് മുന്നേ നിങ്ങൾ എന്തൊക്കെയാണ് നോക്കേണ്ടത്, അല്ലെങ്കിൽ നിങ്ങളൊരു കടയിൽ ചെല്ലുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ ഓൺലൈൻ ആകുമ്പോഴത്തേക്കും അതിൻ്റെ ആവശ്യം വരത്തില്ല, കടയിൽ ചെല്ലുമ്പോഴത്തേക്കും അയാൾ ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഏതൊരു ക്യാമറ എടുക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു അത്യാവശ്യം വിവരമുണ്ട് ഇതിനെപ്പറ്റി എന്ന് തിരിച്ചു അറിയിച്ചു കൊടുക്കാൻ വേണ്ടി ഉള്ളൊരു പോയിൻറ്റ്സാണ് ഞാനിവിടെ പറയുന്നത്. ഓക്കെ, അപ്പോഴത്തേക്കും വളരെ ഈസി ആയിട്ടുള്ള പോയിൻറ്റ്സാണ്, ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അങ്ങനെ വലിയ ഫീച്ചേഴ്സ് ഒന്നുമല്ല ഞാൻ പറയുന്നത്. വളരെ ഈസി ആയിട്ടുള്ള പോയിൻറ്റ്സാണ്. നിങ്ങളൊന്ന് കുറച്ചൊന്ന് ഇച്ചിരി ഒന്ന് കേട്ടാൽ മതി, വേറെ ബാക്കിയൊന്നും മനസ്സിലാവാനില്ല. ഓൾറെഡി നിങ്ങൾക്കെല്ലാം അറിയാവുന്ന ആൾക്കാരാണെങ്കിൽ ഞാൻ പറയുന്ന ഈ പോയിൻറ്റ്സ് കഴിഞ്ഞ് വേറെ ഏതെങ്കിലും പോയിൻറ്റ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അതാണെങ്കിലും വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും ബാക്കിയുള്ളവർക്കും എനിക്കും. സോ ദാറ്റ്സ് ഓൾ. നമുക്കിനി കൂടുതൽ താമസിപ്പിക്കേണ്ട, നേരെ കാര്യത്തിലോട്ട് കിടക്കാം. ലെറ്റ്സ് ഗോ. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഫ്രണ്ട്സ്, നമ്മൾ ക്യാമറ അവസാനം എങ്ങനെയൊക്കെയോ കുറേ പൈസയൊക്കെ കളക്ട് ചെയ്ത്, അല്ലെങ്കിൽ വീട്ടുകാരെ കാല് പിടിച്ച് നമ്മൾ വാങ്ങിക്കാൻ ലാസ്റ്റ് റെഡിയായി നിൽക്കുന്ന ഒരു സമയത്ത് നമുക്കൊരു കൺഫ്യൂഷൻ ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏറ്റവും കൺഫ്യൂഷൻ ഇപ്പം ഈ ഒരു കറന്റ് ജനറേഷനിൽ ഫേസ് ചെയ്യുന്നത്, നമ്മളൊരു DSLR ക്യാമറയിൽ ഇൻവെസ്റ്റ് ചെയ്യുമോ അതോ മിറർലെസ് ക്യാമറയിൽ ഇൻവെസ്റ്റ് ചെയ്യുമോ എന്നുള്ളതാണ്. കാരണം DSLR ക്യാമറാസ് ആണെങ്കിലും ഇപ്പോൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, മിറർലെസ് ക്യാമറാസ് ആണെങ്കിലും കൂടുതൽ പുതിയ ഫീച്ചേഴ്സുള്ള ക്യാമറാസ് വരുന്നുണ്ട്. എന്നാൽ DSLR ക്യാമറാസിനെ കംപ്ലീറ്റ്ലി അങ്ങ് ക്രഷ് ചെയ്യുന്ന രീതിയിലുള്ള ക്യാമറാസ് ആണോ മിറർലെസ് ക്യാമറാസ്, അങ്ങനെയും പറയാൻ പറ്റത്തില്ല. അതാണ്, മിറർലെസ് ക്യാമറ എന്തുകൊണ്ടും വളർന്നുകൊണ്ടിരിക്കുകയാണ്, പക്ഷേ DSLR ക്യാമറാസും ഇഷ്ടംപോലെ ആൾക്കാർ ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്. സോ അത് കാരണം ആൾക്കാർ കൺഫ്യൂഷൻ വരും, ഏതെടുക്കും, ഏതാണ് നമ്മൾ എടുക്കാനുള്ളത്, DSLR എടുക്കുമോ മിറർലെസ് എടുക്കുമോ എന്നുള്ള വലിയൊരു കൺഫ്യൂഷൻ, അല്ലെങ്കിൽ വലിയൊരു ആ ഒരു ഡയലാമയിൽ കയറി നിൽക്കും. അതിനെ ജസ്റ്റ് ഒന്ന് മാറ്റി തരാൻ വേണ്ടിയാണ് എന്നെ കൊണ്ടാവുന്ന രീതിയിൽ. ഇപ്പോൾ വേറെ ഒന്നുമില്ല ഗൈസ്, ഉള്ള കാര്യം ഓപ്പൺലി പറയാമല്ലോ. നമ്മളൊരു ഫ്യൂച്ചർ പ്രൂഫ്, അല്ലെങ്കിൽ ഫ്യൂച്ചർ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, മിറർലെസ് ക്യാമറാസാണ്. കാരണം ഇപ്പം നമ്മളെ മൊബൈൽ ഫോൺ, ഞാൻ പഴയ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മളെ മൊബൈൽ ഫോണിന് വരുന്ന എല്ലാം മിറർലെസ് ക്യാമറാസാണ്. സോ ആ ഒരു ക്യാമറ സിസ്റ്റം നമുക്ക് എങ്ങനെ ഒരു DSLRലോട്ട് അഡാപ്റ്റ് ചെയ്യാം എന്നുള്ള രീതിയിൽ ലാസ്റ്റ് അഡാപ്റ്റ് ചെയ്ത് അതിനെ ഒരു രീതിയിൽ എന്താ പറയുക, കുറേ അഡ്വാൻറ്റേജസ് അതോടെ വരികയും ചെയ്തിട്ടുണ്ട് ഒരു ക്യാമറയിൽ. സോ എന്തുകൊണ്ടും ഫ്യൂച്ചർ മിറർലെസ് ക്യാമറാസാണ്. പക്ഷേ DSLR ക്യാമറാസിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടവർക്ക് എന്താണ് ഒരു പോസിറ്റീവ് സൈഡ്സ് ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, DSLR ക്യാമറയുടെ ആ ഒരു നമുക്ക് നോക്കുന്ന ആ ഒരു വ്യൂ ഫൈൻഡർ ഉണ്ടല്ലോ, അത് കുറച്ചുകൂടെ ഒരു നല്ലൊരു വ്യൂ ഫൈൻഡറാണ്. നമ്മുടെ ഒരു ഒപ്റ്റിക്കൽ വ്യൂ ഫൈൻഡറാണ് DSLR ക്യാമറാസിനകത്ത് വരുന്നത്. നമുക്ക് ഇലക്ട്രോണിക് വ്യൂ ഫൈൻഡറാണ് മിറർലെസ് ക്യാമറാസിനകത്ത് വരുന്നത്. ഇത് രണ്ടും തമ്മിലുള്ള മെയിൻ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒപ്റ്റിക്കൽ വ്യൂ ഫൈൻഡർ നമ്മൾ ഡയറക്റ്റ്ലി എന്താണോ നമ്മുടെ മുന്നിലുള്ളത് അത് ഡയറക്റ്റ്ലി നമ്മൾ കാണണം. ആ ഒരു ലെൻസ് വഴി നമ്മൾ ആ ഒരു റിഫ്രാക്ഷനൊക്കെ നടന്ന്, കൂടുതൽ ടെക്നിക്കാലിറ്റീസിലോട്ട് ഞാൻ പോകുന്നില്ല, കുറച്ച് റിഫ്രാക്ഷനൊക്കെ നടന്ന് പ്രിസത്തിലൊക്കെ ടച്ച് ചെയ്ത് ലാസ്റ്റ് ആ ഒരു ഒപ്റ്റിക്കൽ വ്യൂ ഫൈൻഡറിൽ വന്ന് നമ്മൾ ആ ഒരു ഇമേജ് എന്താണോ ഫ്രണ്ടിലുള്ളത് അതാണ് നമ്മൾ കറക്റ്റ്ലി കാണുന്നത്. എന്നാൽ നമ്മുടെ ഈ ഒരു മിറർലെസ് ക്യാമറ സിസ്റ്റത്തിലാണെങ്കിലോ, നമ്മൾ ആ ഒരു വ്യൂ ഫൈൻഡറിലൂടെ നോക്കുമ്പോഴത്തേക്കും, ആ ഒരു ചെറിയ ടൈനി ഗ്ലാസ്സിലൂടെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും അപ്പോൾ നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോണിക്കലി ക്രിയേറ്റഡ് ആയിട്ടുള്ള ഇമേജാണ്. അതായത് സെൻസറിൽ ലൈറ്റ് ടച്ച് ചെയ്തിട്ട് സെൻസർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇമേജ് ഏതാണോ അതാണ് നമ്മൾ ആ ഒരു ചെറിയൊരു ഓട്ട വഴി നമ്മൾ കാണുന്നത്, വ്യൂ ഫൈൻഡർ വഴി നമ്മൾ കാണുന്നത്. സോ അതുകൊണ്ട് ഇലക്ട്രോണിക് വ്യൂ ഫൈൻഡേഴ്സ് ഒരു ക്വാളിറ്റി മീൻസ് ആ ഒരു റെസൊല്യൂഷൻ ഒക്കെ ഇച്ചിരി മോശമായിരിക്കും. നമുക്ക് പൊതുവേ ഇലക്ട്രോണിക് വ്യൂ ഫൈൻഡേഴ്സ് യൂസ് ചെയ്യുന്നതിന് പകരം നമുക്ക് നേരെ ആ ഒരു ടച്ച് സ്ക്രീൻ യൂസ് ചെയ്യാൻ തോന്നും. അതുപോലെയല്ല നമുക്ക് DSLR ക്യാമറാസിലെ ഒപ്റ്റിക്കൽ വ്യൂ ഫൈൻഡേഴ്സ് കുറച്ചുകൂടി ഒരു രസമുള്ള ഒരു രീതി നമുക്ക് തോന്നും. നമുക്ക് ചില സമയത്തൊക്കെ നമ്മൾ ആ ഒപ്റ്റിക്കൽ വ്യൂ ഫൈൻഡേഴ്സിലൂടെ നല്ല ഭംഗിയുള്ള സ്ഥലമൊക്കെ നമ്മൾ നോക്കുവാണെങ്കിൽ അടിപൊളി വേറൊരു ഫീൽ പോലെ തരും. അപ്പം ആ ഒരു വ്യത്യാസം വലിയൊരു വ്യത്യാസമാണ്. അപ്പം അതാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഏറ്റവും കൺസിഡറബിൾ ആയിട്ടുള്ളൊരു ചേഞ്ച് തോന്നിയത്. DSLR ക്യാമറയും മിറർലെസ് ക്യാമറ വെച്ച് നോക്കുമ്പോഴത്തേക്കും DSLR ക്യാമറയ്ക്കുള്ള ഒരു പോസിറ്റീവ് സൈഡ്. പിന്നെ അടുത്തൊരു പോയിന്റ്, എന്തുകൊണ്ട് DSLR ക്യാമറാസിന് ചില ആൾക്കാർ പ്രിഫറൻസ് കൊടുക്കും മിറർലെസ് ക്യാമറാസിനേക്കാളും എന്ന് വെച്ച് നോക്കുവാണെങ്കിൽ വേറൊന്നുമല്ല, കുറച്ചുകൂടെ ഒരു ബൾക്കി ഡിസൈൻ DSLR ക്യാമറാസിനുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. അതിനകത്ത് മിറേഴ്സ് വരുന്നുണ്ട്, ഒരു അഡീഷണൽ മിററൊക്കെ വരുന്നുണ്ട്. മിറർലെസ് ക്യാമറാസിൽ അത് വരുന്നില്ല. അതുകൊണ്ട് അതിനായിട്ടുള്ള സൈസ് ഇൻക്രീസ് DSLR ക്യാമറാസിനുണ്ട്. അപ്പം അത് കാരണം ഒരു വെയിറ്റും ചങ്കിനെസ്സും എല്ലാം കൊണ്ട് തോന്നും. അപ്പോൾ ആൾക്കാർ വിചാരിക്കും എന്താ പറയുക, അത് പിടിക്കുമ്പോൾ ക്യാമറ അങ്ങനത്തുള്ള ക്യാമറാസ് പിടിക്കുമ്പോഴത്തേക്കും നമുക്കൊരു പ്രത്യേക ഒരു ഫീലാണ്. അത് ആമച്ചേഴ്സിനും അതേപോലെ തോന്നും, അതുപോലെ പ്രൊഫഷണൽ ആയിട്ടുള്ളവർക്കും തോന്നും. അതുള്ളൊരു കാര്യമാണ്.
സോ ആ ഒരു എർഗണോമിക്സ്, ആ ഒരു ഫീൽ, നമുക്ക് കറക്റ്റ് ഗ്രിപ്പ്, ഇതൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവർക്കൊക്കെ വലിയൊരു പ്ലസ് പോയിൻ്റ് ആണ് DSLR ക്യാമറാസ് വരുന്നത്. മിക്ക ആൾക്കാർക്കും സൂട്ടബിൾ ആയിട്ടുള്ള രീതിയിലുള്ള ആ ഒരു ഗ്രിപ്പായിരിക്കും മിക്ക DSLR ക്യാമറാസിനും വരുന്നത്. സോ മിറർലെസ് ക്യാമറാസിൽ വരുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ കോമ്പാക്റ്റ് ആയിട്ടുള്ള പോർട്ടബിലിറ്റി കൂടുതൽ കൺസിഡർ ചെയ്തിട്ടുള്ള ഡിവൈസസ് ആണ് മിറർലെസ് ക്യാമറാസ്. സോ അതുകൊണ്ട് ചിലവർക്ക് ആ ഒരു ഗ്രിപ്പും ആ ഒരു സ്മോൾ ഫോം ഫാക്ടറൊന്നും ഇഷ്ടപ്പെടത്തില്ല. അങ്ങനെയാണ്. സോ അതിനേക്കാളും ചിലവർ പ്രിഫർ ചെയ്യുന്നത് ഞാൻ പറഞ്ഞ പോലെ തന്നെ കുറച്ചുകൂടെ ആ ഒരു ബൾക്കിയർ ചങ്കിയർ ഡിസൈൻ ആയിരിക്കും. അതാണ് വേറൊരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത്. പിന്നെ വേറെ ഏറ്റവും വലിയൊരു പോയിന്റ് എന്ന് പറയുന്നത് അഫോർഡബിലിറ്റിയാണ്. നമുക്ക് DSLR ക്യാമറാസ് ഇപ്പോഴും അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടുള്ള ഡിവൈസ് എന്ന് പറയാൻ പറ്റും. ഒരു വീഡിയോ ക്യാമറാസ് അല്ലെങ്കിൽ അത്യാവശ്യം ഫോട്ടോഗ്രാഫി ക്യാമറാസ് എന്നുള്ള രീതി നമ്മൾ നോക്കുവാണെങ്കിൽ മിറർലെസ് ക്യാമറ നമുക്കൊരു സ്റ്റാർട്ടിങ് ഒരു 70,000 80,000 എങ്കിലും സ്പെൻഡ് ചെയ്യാൻ നമുക്ക് അത്യാവശ്യം ഗുഡ് ക്വാളിറ്റി ഒരു മിറർലെസ് ക്യാമറ കിട്ടില്ല എന്നുള്ളൊരു ഫാക്ടറുണ്ട്. പിന്നെ അതുമല്ല, നമുക്ക് ആ ഒരു DSLR ക്യാമറാസ് ഞാൻ കഴിഞ്ഞ ഒരു ഗാഡ്ജറ്റ്സിൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു 25,000 രൂപയ്ക്ക് വരെ നല്ല അത്യാവശ്യം ഗുഡ് ക്വാളിറ്റി ക്യാനൻ്റെ ഒരു DSLR ക്യാമറ കിട്ടും. അതൊരു വേറെ പോയിൻ്റാണ്. പിന്നെ ലെൻസസ് ആണെങ്കിലും അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടുള്ള ഓപ്ഷൻസ് ഉള്ളത് DSLR ക്യാമറാസിനാണ്. ഇപ്പോൾ ക്യാനൻ്റെ തന്നെ എടുത്ത് നോക്കുകയാണെങ്കിൽ EF മൗണ്ട് എന്തുകൊണ്ടും വളരെ ഒരു എക്സ്പെൻസ് കുറവാണ് RF മൗണ്ടിനെക്കാളും. RF മൗണ്ട് ഭയങ്കര എക്സ്പെൻസാണ്. നമുക്കത് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഒരു ലെൻസിനൊക്കെ ഇത്രയും എമൗണ്ട് നമ്മൾ സ്പെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അങ്ങനെ എന്തുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്. ലെൻസ് ഇമ്പോർട്ടൻ്റ് അല്ലെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ എന്നാലും ഭയങ്കര എക്സ്പെൻസീവ് ആണ് RF മൗണ്ട്സ്. ആ ഒരു മിറർലെസ് ക്യാമറയ്ക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആ ഒരു ലെൻസസ് എന്ന് പറഞ്ഞാൽ അതിനേക്കാളും നമുക്ക് DSLR ക്യാമറയുടെ ലെൻസസ് ആണ് കുറച്ചുകൂടെ ഒരു അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ ഇപ്പോഴും അവൈലബിൾ ആയിട്ടുള്ളത്. പലരും അഡാപ്റ്റർ ഇട്ട് DSLR ക്യാമറയുടെ ലെൻസസ് തന്നെയാണ് ഇപ്പോഴും ആ ഒരു മിറർലെസ് ക്യാമറയിൽ യൂസ് ചെയ്യുന്ന എന്നുള്ളൊരു ഫാക്ടറാണ്. നമുക്ക് ഏതൊരു കമ്പനി എടുത്ത് നോക്കിയാൽ അതുപോലെ തന്നെയാണ്. അതായത് സോണി ആണെങ്കിലും നിക്കോൺ ആണെങ്കിലും ഫിജി ഫിലിം ആണെങ്കിലും ഏതൊരു കമ്പനി ആണെങ്കിലും അത്യാവശ്യം ആ ഒരു എക്സ്പെൻസ് കൂടി നിൽക്കുന്ന പോലെ തന്നെ നമുക്ക് തോന്നും. അതായത് ആ ഒരു മിറർലെസ് ക്യാമറയ്ക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ലെൻസ് നമ്മൾ വാങ്ങാൻ നിൽക്കുവാണെങ്കിൽ. ഇനി നമ്മൾ അടുത്തത് മിറർലെസ് ക്യാമറാസിൻ്റെ അഡ്വാൻറ്റേജസ് നമ്മൾ നോക്കുവാണെങ്കിൽ എന്തുകൊണ്ടും കുറച്ചുകൂടെ ഒരു നല്ല ഫീച്ചേഴ്സ് വരുന്ന മിറർലെസ് ക്യാമറാസിനാണ്. കാരണം ആ ഒരു മിറർ എടുത്ത് കളഞ്ഞവിടെ അത്യാവശ്യം സ്പേസ് വന്നു, പോർട്ടബിളായി കൂടുതൽ ക്യാമറാസ്, നമുക്ക് വളരെ കുഞ്ഞു ഫോം ഫാക്ടറിൽ തന്നെ അത്യാവശ്യം ഇഷ്ടം പോലെ പവർ പാക്ഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഉള്ള ഒരു ക്യാമറാസ് ലഭിക്കാൻ തുടങ്ങി ഇഷ്ടം പോലെ മിറർലെസ് ക്യാമറാസിൻ്റെ വഴി നോക്കുവാണെങ്കിൽ. പിന്നെ അതുമല്ല വീഡിയോ റെക്കോർഡിംഗ് ഓപ്ഷൻസിലേക്ക് എനിക്ക് തോന്നുന്നു DSLRനെ അതേ പ്രൈസിലുള്ള DSLRനെയൊക്കെ മിറർലെസ് ക്യാമറാസ് ക്രഷ് ചെയ്തു. അത് തന്നെ എടുത്ത് പറയണം. കാരണം ഇഷ്ടം പോലെ വെറൈറ്റി ഓഫ് ഓപ്ഷൻസ് ആണ് വീഡിയോ റെക്കോർഡിംഗിൽ മിറർലെസ് ക്യാമറാസ് ഇപ്പോൾ ഓഫർ ചെയ്യുന്നത്. DSLR ക്യാമറാസ് നമുക്ക് വീഡിയോ റെക്കോർഡിംഗിൽ ഒരിക്കലും ഇപ്പോൾ റെക്കമെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയാണ് ആ ഒരു കാഴ്ചപ്പാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ലോ ലൈറ്റ്, ഞാൻ പറഞ്ഞ പോലെ തന്നെ ലോ ലൈറ്റിൻ്റെ ആ ഒരു ഫീച്ചേഴ്സ് ആണെങ്കിലും എക്സ്ട്രാ നമുക്ക് മിറർലെസ് ക്യാമറാസിൽ കാണാൻ പറ്റും. സോ ഇഷ്ടം പോലെ ആ ഒരു ഫീച്ചേഴ്സ് പാക്ഡ് ആയിട്ടുള്ള ക്യാമറ മിറർലെസ് ക്യാമറയാണ്. പക്ഷേ എന്നാൽ DSLRന് ഞാൻ പറഞ്ഞ പോലെ ചില പോയിൻറ്റ്സ് ഉണ്ട് താനും. ചില കുഞ്ഞു പോയിൻറ്റ്സ് DSLRന് ഇപ്പോഴും ഉണ്ട്. അത് പ്രിഫർ ചെയ്യുന്നവർ അതെടുക്കാം. പക്ഷേ എൻ്റെ ഒരു റെക്കമെൻഡേഷൻ, ഇനി നിങ്ങൾ ഫ്യൂച്ചറിൽ ഒരു ക്യാമറ എടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മിറർലെസ് തന്നെ എടുക്കുക എന്നുള്ളതാണ്. ഇനി അടുത്തതാണെങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചറാണ് ഗൈസ് ഞാൻ പറഞ്ഞു വന്നത്. വേറെ ഒന്നുമല്ല, ഫുൾ ഫ്രെയിം ക്യാമറ വേഴ്സസ് ക്രോപ്ഡ് സെൻസർ. ഒരു ഫുൾ ഫ്രെയിം ക്യാമറ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണോ ആദ്യമേ, അതോ ഒരു ക്രോപ്ഡ് സെൻസർ ഇൻവെസ്റ്റ് ചെയ്യണോ? സത്യം പറഞ്ഞാൽ ഒരു ആമച്ചറിന് ബേസ് ചെയ്ത് വെച്ച് നോക്കുവാണെങ്കിൽ ഇതൊരു ക്വസ്റ്റൻ അല്ല. എന്തുകൊണ്ടും ഒരു ക്രോപ്പ് സെൻസർ ഇൻവെസ്റ്റ് ചെയ്താൽ മതി. ഫുൾ ഫ്രെയിം വരെ പോകേണ്ട കാര്യമില്ല ഒബ്വിയസ്ലി നമ്മൾ പറയുകയാണെങ്കിൽ. പക്ഷേ ഒരു ഫുൾ ഫ്രെയിം ക്യാമറ എടുത്തതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ ഓൾറെഡി ഒരു ആമച്ചറാണ്, നിങ്ങൾ അത്യാവശ്യം ഒരു എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞു, ഇനി ഒരു ഫുൾ ഫ്രെയിം ക്യാമറയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ഒരാളാണെങ്കിൽ ഒരു ഫുൾ ഫ്രെയിം ക്യാമറയിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് എന്തൊക്കെയാണ് ഒരു എക്സ്ട്രാ ബെനിഫിറ്റ്സ് കിട്ടാൻ പോകുന്നത് എന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഒരു ഫുൾ ഫ്രെയിം ക്യാമറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. നമ്മുടെ ക്യാമറയ്ക്കകത്ത് വരുന്ന ആ ഒരു സെൻസറിൻ്റെ സൈസ് ഉണ്ടല്ലോ, മീൻസ് ക്യാമറയുടെ മെയിനായിട്ടുള്ള ആ ഒരു പാർട്ട് സെൻസർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ ഒരു സൈസ് എന്ന് പറഞ്ഞത് നമ്മുടെ ആ ഒരു ഫിസിക്കലായിട്ടുള്ള ഫിലിമില്ലേ, നമ്മൾ പ്രൊജക്ടറിലൊക്കെ യൂസ് ചെയ്യുന്ന ആ ഒരു ഫിലിം, അതിൻ്റെ ഓരോ ഫ്രെയിമിലും എത്രയാണോ സൈസ് ആ ഒരു സൈസാണ് നമ്മുടെ സെയിം സൈസാണ് നമ്മുടെ സെൻസേഴ്സിനകത്ത് ഫുൾ ഫ്രെയിം ക്യാമറാസിലുള്ള സെൻസേഴ്സിനകത്താണെങ്കിലും വരുന്നത്. അതേ സെയിം ഡയമെൻഷൻസ് ആയിരിക്കും. 35mm ഫോർമാറ്റ് എന്ന് പറയും. വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഫോർമാറ്റാണ്. മിക്ക ഫുൾ ഫ്രെയിം ക്യാമറാസും ഇതാണ് ഫോളോ ചെയ്യുന്നത്. എന്നാൽ ക്രോപ്ഡ് സെൻസേഴ്സ് വരുന്ന ക്യാമറയാണെങ്കിലോ ഒരു കറക്റ്റ് ആയിട്ടുള്ള സൈസൊന്നും അവർ ഫോളോ ചെയ്യുന്നില്ല. അവർക്ക് ഓരോ കമ്പനീസിനും ഓരോ ക്രോപ്ഡ് സെൻസേഴ്സ് ക്യാമറയാണ് വരുന്നത്. ഓരോ ഡയമെൻഷൻസിലുള്ള ആ ഒരു സെൻസേഴ്സാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. എന്നാൽ ഫുൾ ഫ്രെയിം ക്യാമറയാണെങ്കിലോ ഈ ഒരു ഫിലിം ഫോർമാറ്റ് എന്താണോ ആ ഒരു ഫിലിമിനകത്ത് വരുന്ന ആ ഒരു ഓരോ ഫ്രെയിമിലെ ആ ഒരു ഡയമെൻഷൻസ് എന്താണോ അതേ ഡയമെൻഷൻസ് ആണ് ഈ ഒരു ഫുൾ ഫ്രെയിം ക്യാമറയ്ക്കകത്ത് വരുന്ന സെൻസേഴ്സിലാണെങ്കിലും. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായി കാണുമല്ലോ ഏതൊരു സെൻസേഴ്സാണ് കുറച്ചുകൂടെ പവർഫുൾ ആയിട്ടുള്ള സെൻസേഴ്സ് എന്ന്. തീർച്ചയായിട്ടും ഫുൾ ഫ്രെയിം ക്യാമറ സെൻസേഴ്സാണ്. കാരണം വേറൊന്നുമല്ല ഗൈസ്, ബെറ്റർ ആ ഒരു ഡെപ്ത് ഓഫ് ഫീൽഡ്, നമുക്ക് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ബ്ലർ, ആ ഒരു എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റിൻ്റെ ആ ഒരു ഡിസ്റ്റിങ്വിഷൻ കുറച്ചുകൂടെ ഒരു പെർഫെക്ഷൻ വരണമെങ്കിൽ നമുക്ക് ഫുൾ ഫ്രെയിം ക്യാമറാസിലായിരിക്കും. അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ലോ ലൈറ്റ് കേപ്പബിലിറ്റീസ് കുറച്ചുകൂടെ കൂടുതൽ ഫുൾ ഫ്രെയിം സെൻസേഴ്സ് വരുന്ന ക്യാമറാസ് ആയിരിക്കും എന്നുള്ളതാണ്. അത് വേറൊരു കാര്യം. മീൻസ് ISO കേപ്പബിലിറ്റീസോ കുറച്ചുകൂടെ കൂടുതലായിരിക്കും ഫുൾ ഫ്രെയിം ക്യാമറാസിൽ. പിന്നെ കുറച്ചുകൂടെ ആ ഒരു വൈഡ് ആയിട്ടുള്ള ഫീൽഡ് ഓഫ് വ്യൂ വരുന്ന ഫുൾ ഫ്രെയിം ക്യാമറാസ് ആയിരിക്കും. അങ്ങനെ നിരവധി അഡ്വാൻറ്റേജസ് ഫുൾ ഫ്രെയിം ക്യാമറാസിനുണ്ട്. പക്ഷേ വലിയൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം എക്സ്പെൻസീവ് സൈഡിലാണ് ഫുൾ ഫ്രെയിം ക്യാമറാസ് എന്നുള്ളതാണ്. അതായത് ഒട്ടും അഫോർഡബിൾ ആയിട്ടുള്ള റീജിയൻസിലല്ല ആ ഒരു
ഫുൾ ഫ്രെയിം ക്യാമറാസിൻ്റെ പ്രൈസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം നിങ്ങളൊരു 1 lakh റുപ്പീസെങ്കിലും കൊടുക്കാതെ ഒരു നല്ലൊരു ഫുൾ ഫ്രെയിം ക്യാമറ കിട്ടുന്നതല്ല എന്നുള്ളതാണ്. 1 lakh പോരാ, ആക്ച്വലി കുറച്ചുകൂടെ നമ്മൾ സ്പെൻഡ് ചെയ്യണം. ഒരു 1,20,000 30,000 ഒക്കെ സ്പെൻഡ് ചെയ്താലേ നമുക്ക് ഫുൾ ഫ്രെയിം ക്യാമറാസ് ഒരു സ്റ്റാർട്ടർ ആയിട്ടുള്ള ഒരു ഫുൾ ഫ്രെയിം ക്യാമറാസ് തന്നെ കിട്ടത്തുള്ളൂ എന്നുള്ളതാണ്. അത് കാരണം ആ ഒരു ലിമിറ്റേഷൻ വലിയൊരു ലിമിറ്റേഷൻ ആണല്ലേ, ഒരു പ്രൈസ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ വലിയൊരു ലിമിറ്റേഷനാണ്. സോ എന്താ പറയുക, ഒരു ഫുൾ ഫ്രെയിം ക്യാമറ ഒരു ക്രോപ്ഡ് സെൻസറും വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും അങ്ങനെ വളരെ റെക്കഗ്നൈസബിൾ ആയിട്ടുള്ള ഒരു ഡിഫറൻസസ് ഒന്നും നമുക്ക് കാണാൻ പറ്റത്തില്ല. ഉള്ള കാര്യം പറയാമല്ലോ, നമുക്കൊരു പ്രോ ആയിട്ടുള്ള ഒരാൾക്ക് ആ ഒരു ഡിഫറൻസ് എന്തുകൊണ്ടും തീർച്ചയായിട്ടും കാണാൻ പറ്റും. അവർക്ക് ആ ഒരു എക്സ്ട്രാ ക്വാളിറ്റി ഉണ്ട്, അതിൻ്റെതായിട്ടുള്ള സാറ്റിസ്ഫാക്ഷൻ കിട്ടുകയും ചെയ്യും. പക്ഷേ ഒരു സാധാരണ ഒരു ആമച്ചർ യൂസറിന് ഒരു ഫുൾ ഫ്രെയിം ക്യാമറ എടുത്തതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ളൊരു എന്താ പറയുക ഒരു പ്ലസ് പോയിൻറ്റ്സ് എനിക്ക് കാണാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ എന്തുകൊണ്ടും നല്ലത് ഒരു ഫുൾ ഫ്രെയിം ക്യാമറയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും. പക്ഷേ നിങ്ങൾക്ക് ബഡ്ജറ്റ് ഇല്ല, നിങ്ങൾക്ക് അതുവരെ പോകാൻ താല്പര്യമില്ല, നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തതായിട്ട് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട് ഒരു ക്യാമറയെ പറ്റി, അതിൻ്റെ ആ ഒരു യൂസേജൊക്കെ കുറേ പഠിച്ചിട്ട് നിങ്ങൾക്ക് അടുത്തൊരു സ്റ്റെപ്പായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ക്യാമറയിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ക്രോപ്ഡ് സെൻസറുള്ള ഒരു ക്യാമറയിൽ ഇൻവെസ്റ്റ് ചെയ്യുക. വലിയൊരു ക്വാളിറ്റി ഡ്രോപ്പ് ഒന്നും നിങ്ങൾ ചിലപ്പോൾ കാണത്തുമില്ല, മിക്കവർക്കും അത് മനസ്സിലാവത്ത് പോലുമില്ല ഒരു ക്രോപ്ഡ് സെൻസറിലെ ഒരു ക്യാമറയിൽ എടുത്തതാണോ അതോ ഫുൾ ഫ്രെയിമിൻ്റെ ക്യാമറയിൽ എടുത്തതാണോ. കാരണം വലിയൊരു ക്വാളിറ്റി ഡിഫറൻസ് ഒന്നും വരാൻ പോകുന്നില്ല. പക്ഷേ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരാൾക്ക് തീർച്ചയായിട്ടും അത് മനസ്സിലാവും. തീർച്ചയായിട്ടും അവർക്ക് ആ ഒരു ക്വാളിറ്റി ആ ഒരു ഇൻക്രീസ് കാരണം അതിൻ്റേതായിട്ടുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുകയും ചെയ്യും. അതുകൊണ്ടാണ് ആ ഒരു ഫുൾ ഫ്രെയിം ക്യാമറാസ് പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാർ റെക്കമെൻഡ് ചെയ്യുന്നത്. സോ ഫ്രണ്ട്സ്, അടുത്തൊരു പോയിന്റ് ആണെങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ്, പക്ഷേ നമ്മളധികം കൺസിഡർ ചെയ്യാത്തൊരു പോയിന്റാണ്. നമ്മൾ ആദ്യം വാങ്ങിക്കാൻ പോകുമ്പോഴത്തേക്കും ക്യാമറയുടെ മെഷീനെ പറ്റിയായിരിക്കും നമ്മൾ കൂടുതൽ കൺസിഡർ ചെയ്യുന്നത്, അതിൻ്റെ ആ ഒരു മെഷീൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ. പക്ഷേ അവൈലബിലിറ്റി ഓഫ് ലെൻസസ് എന്നുള്ളൊരു കാര്യമുണ്ട്. അതായത് ആ ഒരു ക്യാമറ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനിക്ക് നേറ്റീവായിട്ടുള്ള ലെൻസ്, അവരുടേതായിട്ടുള്ള ലെൻസ് എത്രത്തോളം അവൈലബിൾ ആണ് എന്നുള്ളത് നമ്മൾ അധികം നോക്കത്തില്ല. അപ്പം ആ ലെൻസിൻ്റെ എക്സ്പെൻസ് എത്രയുണ്ട്, ആ ഒരു കിറ്റ് ലെൻസ് അല്ലാതെ വേറൊരു ലെൻസ് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് അതിൻ്റെ എക്സ്പെൻസ് എത്രയുണ്ട് എന്നുള്ള കാര്യങ്ങളൊന്നും നമ്മൾ അധികം നോക്കത്തില്ല. കാരണം നമുക്ക് ലെൻസിനെ പറ്റി പൊതുവേ ആൾക്കാർക്ക് ആദ്യം ഒരു ക്യാമറ വാങ്ങിക്കാൻ പോകുന്ന ഒരാൾക്ക് ലെൻസിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റി അധികം അറിയത്തില്ല, ക്യാമറയുടെ മെഷീനാണ് എല്ലാം എന്നുള്ള ആ ഒരു ബിലീഫിലായിരിക്കും കൂടുതൽ നിൽക്കുന്നത്. സോ അതുകൊണ്ട് അധികം അതിനെപ്പറ്റി കെയർ ചെയ്യത്തില്ല. പക്ഷേ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള രീതി നോക്കണമെങ്കിൽ മെഷീൻ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്താൽ മതി. പക്ഷേ പല ഷോട്ട്സിനും പല ആ ഒരു യൂസസിനും ലെൻസസ് ഓരോന്ന് വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് അല്ലേ. മീൻസ് ഒരു പ്രൊഫഷണലായിട്ട് എടുക്കുന്നവരൊക്കെ അത് ലെൻസസിന് ഓരോ ലെൻസസ് മാറ്റുക അല്ലെങ്കിൽ റെൻ്റൽസ് എടുക്കുക, അങ്ങനെ പലരും അത് ചെയ്യുന്ന ഇഷ്ടം പോലെ പേരുണ്ട്. സോ അവർക്ക് ആ ഒരു അവൈലബിലിറ്റി ഓഫ് ലെൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ക്യാനൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ അവരുടെ കാര്യം കൂടുതലൊന്നും പറയില്ല, എല്ലാ ടൈപ്പ് ഓഫ് ലെൻസസും അവരുടെ കയ്യിലുണ്ട്. ഇപ്പോൾ ഒരു കൺസ്യൂമർ ഒരു ക്യാമറാസ് എന്നുള്ള രീതി നോക്കുവാണെങ്കിൽ ക്യാനൻ്റെ അത്ര ലെൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനി തന്നെ ഉണ്ടോ എന്നുള്ള കാര്യം തന്നെ ഡൗട്ടാണ്. കാരണം ക്യാനൻ്റെ ആ ഒരു മൗണ്ട് ഉണ്ടല്ലോ, EF മൗണ്ട്, അതാണ് മിക്ക ബാക്കിയുള്ള ഇപ്പം നമുക്ക് അധികം ലെസ് നോൺ ആയിട്ടുള്ള കമ്പനീസിന് പോലും EF മൗണ്ടാണ് ഫോളോ ചെയ്യുന്നത്. അതായത് ക്യാനൻ്റെ ലെൻസ് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മൗണ്ടാണ് വേറെ ക്യാമറയുടെ കമ്പനീസ് പോലും ഫോളോ ചെയ്യുന്നത്. സോ അത്രമാത്രം യൂണിവേഴ്സൽ ആയിട്ടുള്ളൊരു സിസ്റ്റമാണ് ക്യാനൻ്റെ ലെൻസ് എന്ന് പറയുന്നത്, അത്രമാത്രം കോമൺ ആണ്. സോ അതുകൊണ്ടാണ് ഈ ഒരു ക്യാനൺ ക്യാമറാസ് എടുത്തവർ വീണ്ടും ക്യാനൺ ക്യാമറാസ് തന്നെ എടുക്കാൻ വീണ്ടും നോക്കുന്നത് എപ്പോഴും. കാരണം ഒരു എന്താ പറയുക, ഒരു ആപ്പിൾ ഇക്കോസിസ്റ്റം നമ്മൾ പറയത്തില്ല, ആപ്പിൾ പ്രോഡക്റ്റ്സ് എടുത്തു കഴിഞ്ഞാൽ പിന്നെയും ആപ്പിൾ പ്രോഡക്റ്റ്സ് എടുക്കുമെന്ന് പറയുന്നത്, അതുപോലെ തന്നെയാണ് ക്യാനൻ്റെ കാര്യത്തിൽ. സത്യം പറഞ്ഞാൽ ക്യാമറയുടെ അല്ലെങ്കിൽ വീഡിയോ എക്യുപ്മെൻറ്റ്സിൻ്റെ കാര്യത്തിൽ, വീഡിയോ എക്യുപ്മെൻറ്റ്സ് എല്ലാം കവർ ചെയ്യുന്നില്ല, എന്നാലും ക്യാമറയുടെ കാര്യം എടുത്ത് പറയുവാണെങ്കിൽ ക്യാനനാണ് അവരുടെ ആപ്പിൾ ഉള്ള കാര്യം പറയല്ലോ, അങ്ങനെയാണ്. കാരണം ക്യാനൻ്റെ ആ ഒരു ലെൻസസിൻ്റെ കളക്ഷൻ അതാണ് ഏറ്റവും കൂടുതൽ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലെൻസ്, ചില അഫോർഡബിൾ ആയിട്ടുള്ള ലെൻസ്, എന്നാൽ ചിലത് എക്സ്പെൻസീവ് ആയിട്ടുള്ള ലെൻസ്, അത് കാണുമ്പോഴത്തേക്കും അത് കുറേ മീൻസ് പ്രൊഫഷണൽസൊക്കെ ഇഷ്ടംപോലെ ലെൻസസിൽ ഇൻവെസ്റ്റ് ചെയ്യും. പിന്നെ ആ ഒരു ലെൻസ് വേറൊരു കമ്പനിയിലോട്ട് പോകുമ്പോഴത്തേക്കും ഇനി ചിലപ്പോൾ ഉപയോഗിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലായിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്ന് വിചാരിച്ച് കഴിഞ്ഞ് ക്യാനൺ പിന്നെ നല്ല ക്യാമറാസും ഓഫർ ചെയ്യുന്നുണ്ട് ഓൺ ദി അതർ സൈഡ്. അതുകൊണ്ട് എല്ലാം കൊണ്ടും എല്ലാവരും ആ ഒരു ക്യാനൺ ഇക്കോസിസ്റ്റത്തിൽ തന്നെ നിൽക്കും എന്നുള്ളതാണ് മിക്ക പ്രൊഫഷണൽസും. ഓൾറെഡി ഒരു ക്യാനൺ ക്യാമറ ഓൺ ചെയ്യുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് നിങ്ങൾ നല്ലപോലെ ആ ലെൻസിൻ്റെ അവൈലബിലിറ്റി ഓപ്ഷൻസ്, അതായത് നേറ്റീവായിട്ടുള്ള കമ്പനി എല്ലാ ലെൻസും വേണമെന്ന് ഞാൻ പറയുന്നില്ല, ലോകത്തിലുള്ള എല്ലാ ലെൻസും ക്യാനണിനെ പോലെ എത്രമാത്രം വൈഡ് റേഞ്ച് ഓഫ് കളക്ഷൻ വേണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അത്യാവശ്യം ബേസ് ലൈനായിട്ടുള്ള ചില ലെൻസസൊക്കെ വേണം എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. എപ്പോഴും ഒരു തേർഡ് പാർട്ടി ലെൻസസിൽ എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യുന്നത് അത്ര ശരിയായിട്ടുള്ള കാര്യമായിരിക്കത്തില്ല. കാരണം നേറ്റീവായിട്ടുള്ള ലെൻസസിന് അതിൻ്റേതായിട്ടുള്ള ആ ഒരു ഓട്ടോ ഫോക്കസിങ് പെർഫോമൻസ് കൂടുതലായിരിക്കും, പല ഗുണങ്ങളും കാണും അല്ലേ. സോ അതുകൊണ്ട് നേറ്റീവ് ലെൻസസും കൂടെ ഫിക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാമറ സിസ്റ്റം തന്നെ എപ്പോഴും, അതായത് അവരുടെ ആ ഒരു കമ്പനീസ് അത് തന്നെ എടുക്കുക. ഫോർ എക്സാമ്പിൾ പാനസോണിക്കിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. അവരുടെ ലീക്ക് എമൗണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം, അതിനകത്ത് വരുന്ന ആ ലെൻസസിൻ്റെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം എക്സ്പെൻസീവാണ്. നമുക്ക് ആ ലെൻസിൻ്റെ ആ ഒരു എക്സ്പെൻസ് കാണുമ്പോഴത്തേക്ക്, അവരുടെ നേറ്റീവായിട്ട് ലെൻസിൻ്റെ എക്സ്പെൻസ് കാണുമ്പോഴത്തേക്കും നമുക്കത് എടുക്കണോ വേണ്ടയോ എന്ന് പലരും ചിന്തിച്ചു പോകും. അതാണ് പാനസോണിക് ക്യാമറാസിൻ്റെ ആ ഒരു ലീക്ക് എമൗണ്ടിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ ബാക്കിയുള്ള ക്യാമറ വലിയ പ്രശ്നമെന്ന് ഞാൻ പറയുന്നില്ല, പ്രൊഫഷണൽസിന് ചിലപ്പോൾ ഈ ഒരു ഇഷ്യൂ ആവത്തില്ല. പക്ഷേ സാധാരണ ഒരു കൺസ്യൂമർ ബേസിസ് നോക്കുമ്പോഴത്തേക്കും
ലെൻസിൻ്റെ അവൈലബിലിറ്റി ഓപ്ഷനും അതുപോലെ തന്നെ പ്രൈസിങ്ങും ഭയങ്കരമായിട്ട് കൺസിഡർ ചെയ്യേണ്ട ഒരു പോയിന്റ് തന്നെയാണ്. ഇനി അടുത്തൊരു പോയിന്റ് എനിക്ക് പറയാനുള്ളത് ഓട്ടോ ഫോക്കസ് സിസ്റ്റത്തിനെ പറ്റിയാണ്. അതായത് ഇതേപോലത്തെ ടോക്കിംഗ് ഹെഡ് വീഡിയോസിനൊക്കെ ഓട്ടോ ഫോക്കസ് സിസ്റ്റം ഭയങ്കര ആവശ്യമുള്ള ഒരു കാര്യമാണ്. കാരണം ഓരോ തവണയും ഇപ്പോൾ നമ്മൾ ഒറ്റയ്ക്കൊക്കെ ഷൂട്ട് ചെയ്യുന്ന ഒരു ടൈം ആണെങ്കിൽ ഓരോ തവണയും നമ്മൾ അവിടെ ചെന്ന് മാനുവലി അഡ്ജസ്റ്റ് ചെയ്ത് അത് കറക്റ്റ് ആണോ എന്നുള്ളത് അറിയാനുള്ള പാട്, അങ്ങനെ ഡിഫറെൻറ്റ് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഒരാളുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നമുക്ക് കുഴപ്പമില്ല. പക്ഷേ ഒറ്റയ്ക്കൊക്കെയാണ് നമ്മളൊരു ക്യാമറ ഹാൻഡിൽ ചെയ്യുന്നതെങ്കിൽ ഇതേപോലത്തെ സിറ്റുവേഷനിൽ ഓട്ടോ ഫോക്കസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ആവശ്യമുള്ളൊരു കാര്യമാണ്, ഏറ്റവും ആവശ്യമുള്ളൊരു കാര്യം. അതുപോലെ തന്നെ നമുക്ക് ആ ഒരു ഇപ്പം എന്നെ തന്നെ ക്ലിപ്പ് ഓൺ ചെയ്ത് നിൽക്കുന്നുണ്ടോ, പല ക്യാമറാസിനും അത് ആ ഒരു കേപ്പബിലിറ്റി ഉണ്ടാവണം എന്നില്ല. അതാണ് ഒരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ഞാൻ ചെറുതായിട്ടൊന്ന് മൂവ് ചെയ്യുമ്പോൾ തന്നെ ഇപ്പം എൻ്റെ ഹാൻഡ് മൂവ്മെൻറ്റ്സിനാണെങ്കിൽ അതിനൊന്നും അനുസരിച്ച് ക്യാമറ ഫോക്കസ് ബ്രീത്ത് ചെയ്യുന്നില്ല. അതായത് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നില്ല, ഫോക്കസ് ഇങ്ങനെ മാറി എൻ്റെ കയ്യിലോട്ട് ഫോക്കസ് ചെയ്തോ അങ്ങനെയൊന്നും ആവുന്നില്ല. ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ട് എക്സ്റ്റെൻഡ് ചെയ്യുവാണെങ്കിൽ ഇതേപോലെയൊക്കെ ആവുകയാണെങ്കിൽ മാത്രമേ ഫോക്കസ് മാറുന്നുള്ളൂ അല്ലേ. എന്നാലും വീണ്ടും തിരിച്ച് തന്നെ പെട്ടെന്ന് എന്നെ തന്നെ അത് ക്ലിപ്പ് ഓൺ ചെയ്ത് നിൽക്കുന്നുണ്ട്. അത് അത്യാവശ്യം ഒരു ബേസ് ലൈൻ ഓട്ടോ ഫോക്കസിങ് സിസ്റ്റം ഉള്ളതുകൊണ്ടാണ്. സോ എന്തുകൊണ്ടും അത് കൺസിഡർ ചെയ്യേണ്ട ഒരു പോയിൻ്റ് ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ നിങ്ങൾക്ക് ടോക്കിംഗ് ഹെഡ് വീഡിയോസ് അല്ല, നിങ്ങൾക്ക് സാധാരണ നോർമൽ സിനിമറ്റോഗ്രഫിയിലൊക്കെ ഓട്ടോ ഫോക്കസിങ് സിസ്റ്റം ഭയങ്കര ആപ്ലിക്കബിൾ ആവോ എന്നുള്ളത് എനിക്ക് ഡൗട്ട്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. മിക്കൊരു മാനുവൽ ഫോക്കസ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്, അതൊന്നും കുഴപ്പമില്ല. എന്നാലും ഓരോരുത്തർക്കും ഓരോ ആപ്ലിക്കബിലിറ്റിയാണ്. ഇപ്പം സ്പോർട്സ് ആ ഒരു ഇവൻറ്റ്സ് ഒക്കെ ഷൂട്ട് ചെയ്യുന്ന ഒരാൾക്ക് അയാൾക്ക് ഓട്ടോ ഫോക്കസ് സിസ്റ്റം ഭയങ്കര ആവശ്യമുള്ള കാര്യമാണ്. കാരണം ഒരു വളരെ മില്ലി സെക്കൻഡ്സിലായിരിക്കും ആ ഒരു മൊമെൻറ്റ് ക്യാപ്ചർ ചെയ്യേണ്ടത്. അപ്പോൾ ഓരോ തവണയും മാനുവൽ ഫോക്കസിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഡിഫിക്കൽട്ട് ടാസ്ക്. അപ്പം ക്യാമറയുടെ ആ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും അതുപോലെ തന്നെ ആ ഒരു ഓട്ടോ ഫോക്കസ് സിസ്റ്റത്തിൻ്റെ പവറും ഇതൊക്കെ ഡിപ്പെൻഡ് ചെയ്യും അല്ലേ, ആ ഒരു ലാസ്റ്റ് ഫൈനൽ ഔട്ട്പുട്ട് എത്രത്തോളം ഭംഗിയായിരിക്കും എന്നുള്ളത്. ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോ ആവശ്യമാണ്. എൻ്റെ ഒരു പ്രിഫറൻസ് നല്ല ഒരു ഓട്ടോ ഫോക്കസ് സിസ്റ്റം ഉള്ളൊരു ക്യാമറ തന്നെ വാങ്ങണം എന്നുള്ളതാണ്. അതെന്തുകൊണ്ടും ഉപകാരപ്പെടും നിങ്ങൾക്ക്. ഇനി അടുത്തൊരു പോയിൻ്റ് ആണെങ്കിലും അധികം ആൾക്കാർ ശ്രദ്ധിക്കാതെ പോകുന്നൊരു പോയിൻ്റാണ്, അതായത് നിങ്ങളുടെ ക്യാമറയ്ക്കകത്ത് ഫ്ലിപ്പബിൾ സ്ക്രീൻ ആണോ അല്ലയോ എന്നുള്ളത്. ഇപ്പം ഞാൻ ഈ ഒരു ക്യാമറയ്ക്കകത്ത് ഫ്ലിപ്പബിൾ സ്ക്രീൻ ആയതുകൊണ്ടുള്ളൊരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് റെക്കോർഡ് ചെയ്യുക, ജസ്റ്റ് ആ ഒരു സ്ക്രീൻ ഫ്ലിപ്പ് ചെയ്യുക, റെക്കോർഡ് ചെയ്യുക, പിന്നെ ബാക്കിയുള്ളതൊക്കെ എനിക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് നമുക്ക് അതിൽ തന്നെ നോക്കിയാൽ മനസ്സിലാവും അല്ലേ. അതുകൊണ്ട് വലിയൊരു പ്ലസ് പോയിൻ്റ് ഉണ്ട്. നമുക്കൊരു അഡീഷണൽ കണക്ഷൻ കമ്പ്യൂട്ടറിലോട് കണക്ട് ചെയ്യുമോ ആ ഒരു സ്ക്രീൻ മോണിറ്റർ ചെയ്യാനോ ഒന്നും അതിൻ്റെ ആവശ്യമില്ല. ഒരു ഫ്ലിപ്പബിൾ സ്ക്രീൻ ഇല്ലെങ്കിൽ അതൊക്കെ വേണ്ടി വന്നേനെ, ഒരു എക്സ്ട്രാ ഒരു എഫേർട്ട് എടുക്കേണ്ടി വന്നേനെ, അത് ഒരു അനാവശ്യമായിട്ടുള്ള എഫേർട്ടും ആയേണ്ടി വന്നേനെ. കാരണം ഈവൻ അഫോർഡബിൾ ആയിട്ടുള്ള ക്യാമറാസിന് പോലും ഫ്ലിപ്പബിൾ സ്ക്രീൻസ് ഉണ്ട്. സോ നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് ചിലവർക്ക് കംപ്ലീറ്റ്ലി ക്യാമറയുടെ ബാക്കിൽ നിന്ന് പ്രവർത്തിക്കുന്നവരായിരിക്കും, അവർക്ക് സ്വന്തമായിട്ട് ഷൂട്ട് ചെയ്യേണ്ട അവസ്ഥ വരത്തില്ല, അവർക്കൊന്നും ഈ ഒരു പ്രോബ്ലം വരാൻ പോകുന്നില്ല. പക്ഷേ ഒരു ഫ്ലിപ്പബിൾ സ്ക്രീൻ ഉണ്ടെങ്കിൽ നമുക്കൊരു ഫ്യൂച്ചർ പ്രൂഫാണ്. അതായത് ക്യാമറയുടെ ബാക്കിൽ നിന്നും പ്രവർത്തിക്കാം, അല്ല നിങ്ങൾക്ക് ഫ്രണ്ടിൽ നിന്ന് സംസാരിക്കണം എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ആ ഒരു സ്ക്രീൻ ജസ്റ്റ് ഫ്ലിപ്പ് ചെയ്ത് നിങ്ങൾക്ക് നേരെ സംസാരിക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ വ്ളോഗ്സിനാണെങ്കിലും അത് വളരെ ഉപകാരപ്പെടും. അങ്ങനെ പലർക്കും ഓരോരുത്തർക്കും ഓരോ യൂസേജാണ്. സോ അതിനനുസരിച്ച് പിക്ക് ചെയ്യുക. ജസ്റ്റ് അത് കൺസിഡർ ചെയ്യാൻ വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ വീഡിയോ ക്വാളിറ്റിയുടെ കാര്യം നോക്കുവാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 4K കേബിളായിട്ടുള്ള ക്യാമറയിലെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. അതിൽ കൂടുതലൊന്നും വേണ്ട, അത് വേണ്ട, 4K മതി. 4K ഒരു സ്റ്റാൻഡേർഡാണ് ഇപ്പോൾ, അതാണ് അതിൻ്റെ ഒരു. ഇപ്പോൾ നിങ്ങളൊരു ക്യാമറ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ 4K കേബിളായിട്ടുള്ളൊരു ക്യാമറ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ബിറ്റ് റേറ്റ് ഒന്നും അധികം നോക്കണ്ട, 8 ബിറ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ 10 ബിറ്റ് തന്നെ വേണം, അല്ലെങ്കിൽ ഹൈ ക്വാളിറ്റി ബിറ്റ് റേറ്റ് ഉള്ള ക്യാമറ തന്നെ വേണം, അങ്ങനെയൊന്നും നിങ്ങൾ നോക്കേണ്ട കാര്യമൊന്നുമില്ല. 4K ഒരു സ്റ്റാൻഡേർഡായിട്ടുള്ളൊരു ക്യാമറ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുക. ഫുൾ HD നിന്ന് ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കും. എനിക്കറിയാം ഇപ്പോഴും ഡിവൈസസ് എല്ലാം നമ്മുടെ ചുറ്റുപാടുള്ള ഡിവൈസസ് എല്ലാം 4K കേബിൾ ആയിട്ടുള്ള ഡിവൈസ് അല്ല, തീർച്ചയായിട്ടും അല്ല. പക്ഷേ ഫ്യൂച്ചറിൽ തീർച്ചയായിട്ടും ഒരു സ്റ്റേജ് വരും 4Kയും കൂടെ കേപ്പബിൾ ആയിട്ടുള്ള ഡിസ്പ്ലേസ് പലതിലും വരുന്ന രീതിയിൽ. സോ ഡെഫിനറ്റ് ആയിട്ടും നിങ്ങൾ 4K ക്യാമറയിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ഇപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വീഡിയോ ഇവിടെ തീർന്നിരിക്കുന്നു. ബാക്കി എന്തെങ്കിലും പോയിൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എനിക്കറിയാം ഞാൻ എല്ലാ പോയിൻറ്റ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, ഇത് തന്നെ അത്യാവശ്യം ലെങ്ത്ത് വന്നു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇനിയും പോയിൻറ്റ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര ലെങ്ത്താണ്, അതുകൊണ്ട് ഞാൻ കുറച്ചൊന്ന് ലിമിറ്റ് ചെയ്തതാണ്. ബാക്കി ഏതെങ്കിലും പോയിൻറ്റ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ സജഷൻസ് പറയാം. എനിക്കാണെങ്കിലും അത് ഉപയോഗപ്രദമായിരിക്കും, ബാക്കിയുള്ളവർക്കാണെങ്കിലും അത് ഉപകാരപ്പെടും. ഓക്കെ, അപ്പം ഈ ഒരു വീഡിയോയിൽ ഇത്ര മാത്രം. അടുത്ത വീഡിയോയിൽ നമ്മൾ തമ്മിൽ കണ്ടുമുട്ടുന്നവരെ ബൈ, ടേക്ക് കെയർ.